ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്ന് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തായാലും തുടങ്ങാം. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ആ ഒരു മൂവി മറ്റൊരു ചാനലിൽ ഇട്ടെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്തിരുന്നു. അതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആ ചാനലിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നത്. ആ ഒരു ചാനലിൽ നിന്ന് നേരെ ഞാൻ കൊണ്ടുവന്ന് കോപ്പി അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ച് സംഭവിക്കുമ്പോഴത്തേക്കും ഈ കമന്റ് ഇടുന്നവര് ഈ ഒരു പരാതിയോ കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നുള്ളതാണ്. എല്ലാ മൂവീസ് പോലും ഇല്ല, ഒന്നോ രണ്ടോ മൂവീസ് ഇതുപോലെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടെല്ലാം മറ്റുള്ള ചാനലുകളിൽ ചെയ്ത മൂവീസുകൾ ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കമന്റ് ചെയ്തുകൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ല, മലയാളത്തിൽ തന്നെ ഒരു 10-50 ചാനലുകൾ ഉണ്ടാവും. ആ ഒരു ചാനലുകളിലെല്ലാം ഒരേപോലത്തെ മൂവീസ് എല്ലാവരും ഇട്ടിട്ടുണ്ടാവും. അപ്പോഴൊന്നും ആർക്കും ഇല്ലാത്തൊരു പരാതി ഞാൻ മൂവീസ് ഇടുമ്പോൾ മാത്രം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, മറ്റൊരു ചാനലിൽ നിന്ന് കോപ്പി അടിച്ച് ഈ ഒരു ചാനലിൽ കൊണ്ടുവന്ന് ഇടുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആ ചാനലുകാരായാലും ഈ ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ട് അവരുടെ സ്വന്തം ചാനലിൽ ഇടുന്നതെന്നല്ലോ, വേറെ ഏതൊരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ചെയ്ത സിനിമകൾ അവർ നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും ചില സമയങ്ങളിൽ മറ്റുള്ള ചാനലുകളിൽ ചെയ്ത സിനിമകൾ നമ്മുടെ ചാനലിൽ ചെയ്യും. ഒരു എന്റെ ചാനലിൽ ചെയ്ത സിനിമകൾ ഞാൻ കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞ് അവർ ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വന്നിരുന്ന കോപ്പി റൈറ്റ് ആണ് അല്ലെങ്കിൽ കോപ്പി അടിച്ച് വീഡിയോ ഇടുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് മറ്റൊരു ചാനലിൽ ചെയ്ത സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കമന്റ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. മോശമായിട്ടുള്ള കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ എനേബിൾ ചെയ്യും. പിന്നെ നിങ്ങൾ ഇടുന്ന കമന്റുകളൊന്നും ഈ ഒരു ചാനലിൽ കാണാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്നവരോട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്, അതെനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മാത്രമാണ്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മൂവി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അധികം ആരും അങ്ങനെ ചെയ്യാത്തൊരു സിനിമയാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു മൂവി ചെയ്യുന്നത്. ഇനി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയെടുത്തോളം ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മൂവി കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൂവിയാണ്. ഇൻട്രോ ഇത്രയും നീട്ടി പറഞ്ഞ് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ കാര്യം അറിയാതെ അതേപോലെ തന്നെ മനസ്സിലാക്കാതെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും അധികമായിട്ടുള്ള വീഡിയോസുകളിലെല്ലാം ഇങ്ങനെ വെറുതെ വാരി വലിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടും വലിയ കാര്യമില്ല. അതുകൊണ്ട് ഇനി എന്തായാലും നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2016 ഒരു ഹൊറർ സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 10 ക്ലെവർഫീൽഡ് ലെയിൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ നല്ല ദേഷ്യത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഈ ബാഗെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാണ്. അതുമല്ല അവളുടെ ബോയ് ഫ്രണ്ടിനോട് അവൾ ദേഷ്യച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ട്, അത് എന്താണെന്ന് നമുക്കിപ്പോ വ്യക്തമായിട്ട് അറിയത്തില്ല. അത് കഴിഞ്ഞ് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാല് അവളുടെ വീട്ടിലുള്ള ആരോടും ഒരു കാര്യവും പറയാതെ അവൾ ബാഗും പാക്ക് ചെയ്ത് അവളുടെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വണ്ടിക്ക് ഫ്യൂവല് കുറവായതുകൊണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തി പെട്രോൾ എല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്താണ് അവളെ ആരും ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്കൊരു തോന്നല്. പക്ഷെ അവളാണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കാതെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാർ ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഒരുപാട് നേരം വിളിക്കുമ്പോഴത്തേക്കും ഇവള് കോൾ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബോയ് ഫ്രണ്ട് പറയുന്നത്, ഏയ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് ഓക്കെ തന്നെയാണ്, പക്ഷെ ആരോടും പറയുന്നത് നീ ഇവിടേക്കാ പോകുന്നേ, അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല, നീ തിരിച്ചു വരാൻ പറയുമ്പോൾ. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഹീറോയിൻ വീണ്ടും കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം ഈ ഒരു ബോയ് ഫ്രണ്ട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കോള് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ കാറിന് മുന്നിൽ മറ്റേതോ ഒരു കാർ വരുന്നതും നിയന്ത്രണം വിട്ട് ഈ ഒരു കാറ് അടുത്തുള്ള ഒരു കാടിനകത്തേക്ക് ഇടിച്ചങ്ങിറക്കാണ്. ആ ഒരു ആക്സിഡന്റിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഏതോ ഒരു മുറിക്കകത്താണ് അവൾ കിടക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തായിട്ട് ട്രിപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവളുടെ കാലാണെങ്കിൽ ഈ ഒരു ചങ്ങലെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. കൂടാതെ കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ അവളുടെ കൈയെത്തുന്ന ദൂരത്തിൽ തന്നെ അവളുടെ ബാഗ്, ഫോണ്, മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു റൂമിലെ വെളിച്ചമെല്ലാം പോയിട്ട് വീണ്ടും വെളിച്ചം വരുമ്പോഴത്തേക്കും ഇത് എന്ത് തരം റൂമാണ്, ഇപ്പൊ എവിടെയാണ് ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശരി എന്തായാലും നമ്മുടെ ഫോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവൾക്ക് ആ ഒരു ഫോൺ എടുക്കാനും കഴിയുന്നില്ല. കാരണം ആൾറെഡി കാലിലെ ആ ഒരു ചങ്ങല വെച്ച് ഇങ്ങനെ കെട്ടിയേക്കാണ്. കാലിറക്കാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്ത ആ ഒരു ട്രിപ്പ് ഇട്ടേക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെങ്ങനെയും വലിച്ചെടുത്ത് ആ ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു വിധത്തിൽ ആ ഒരു ഫോൺ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ട് ആ ഒരു ഫോൺ അടുത്തേക്ക് എടുത്ത് ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോ ആഹാ അതില് സിഗ്നൽ ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റൂമിനകത്തേക്ക് ആരോ കയറി വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു.
വരുന്നു. അവളായാലും പെട്ടെന്ന് പേടിച്ച് ആ ഒരു ചുമരിനടുത്തേക്ക് ചാരി ഇരുന്നിട്ട് അവളുടെ ദേഹം എല്ലാം ഒരു തുണി വെച്ച് ഇങ്ങനെ മറയ്ക്കാണ്. ആരാണെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഇവളെ ആരും തട്ടിക്കൊണ്ട് വന്നെന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് വന്ന ആ ഒരാളാണെങ്കിലും അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് കഴിക്കാനായിട്ട് ഫുഡെല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ഹീറോയിൻ അയാളോട് പറയുന്നത് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുതെന്നെല്ലാം പറയുമ്പോൾ അയാൾ മറുപടിയൊന്നും പറയാതെ താഴെ കിടക്കുന്ന ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ അതെടുത്ത് വീണ്ടും ആ ഒരു സ്റ്റാൻഡിൽ തൂക്കിയിടാണ്. എന്നിട്ട് പറയും നിനക്ക് ആക്സിഡന്റ് പറ്റിയത് കൊണ്ട് നീ ഇപ്പൊ അത്ര ഓക്കെ അല്ല, റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ അവള് ചോദിക്കും അല്ല എന്തുകൊണ്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ, നിങ്ങൾ ആരാന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിന്നെ ഞാൻ രക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ വെളിയിലേക്ക് പോവല്ല അവിടെ നിന്ന് 2 സ്റ്റിക്ക് എടുത്തോണ്ട് വന്നിട്ട് ഇവൾക്ക് കാല് വയ്യല്ലോ അതുകൊണ്ട് തന്നെ അതിൽ ഊന്നിപ്പിടിച്ച് പോകാൻ വേണ്ടിട്ട് ആ ഒരു സ്റ്റിക്ക് കൊണ്ടുവരുമ്പോൾ ഹീറോയിൻ പറയും എനിക്ക് ഇതേപോലെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്നെ കാണാനില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പോലീസിനെ വിളിച്ചിട്ട് എന്തായാലും ഇവിടേക്ക് വരും എന്ന് പറയുമ്പോൾ നിന്നെ അന്വേഷിച്ച് ആരും വരാൻ പോകുന്നില്ല എന്ന് അയാൾ പേടിയില്ലാതെ തന്നെ പറയാണ്. അതുമല്ലാതെ ആ ഒരു സ്റ്റിക്ക് എടുത്ത് അടുത്തേക്കിട്ട് ഒരു കീ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ് അയാൾ ആ ഒരു റൂമിൽ നിന്നിറങ്ങി പോകുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നതും അയാൾ ഇട്ടുകൊടുത്ത ആ ഒരു കീ ഉണ്ടല്ലോ അത് വെച്ച് അവളുടെ കൈ അവിടെയുള്ള ഒരു കമ്പിയില് ഈ വിലങ്ങിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് അഴിച്ച് അവിടെ നിന്ന് ആ ഒരു സ്റ്റിക്ക് എടുത്ത് അത് ഉപയോഗിച്ച് എങ്ങനെയെല്ലാം എഴുന്നേറ്റിട്ട് അവളുടെ പാൻറ്റെല്ലാം എടുത്തിട്ട് ഈ ഒരു റൂമിന്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാൻ പറ്റുമെന്ന് അവളിങ്ങനെ നോക്കാണ്. പക്ഷെ അതൊരു ഇരുമ്പ് ഡോർ ആയതുകൊണ്ട് എന്തായാലും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും ഓക്കെ എന്തായാലും അവനെ ആ ഒരു സൈക്കോയെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞ് അവൾക്ക് കൊടുത്ത ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതിന്റെ അറ്റം ആ ഒരു കീ ഉപയോഗിച്ച് നല്ലതുപോലെ മൂർച്ച ചെയ്തിട്ട് അവനകത്തേക്ക് കയറി വരുമ്പോൾ എന്തായാലും അവന്റെ കഴുത്തിൽ കുത്തി അവനെ കൊല്ലാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അവനകത്തേക്ക് വരാത്തത് കൊണ്ട് ഇവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവനെ എങ്ങനെയെങ്കിലും ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവളുടെ ഒരു തുണി ഇങ്ങനെ എടുത്ത് കത്തിച്ചിട്ട് ഈ ഒരു വെന്റിലേഷൻ പൈപ്പ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഈ ഒരു തുണി ഇങ്ങനെ കത്തിച്ചു വെക്കും. അപ്പൊ അതുവഴി വെളിയിലേക്ക് പോവും. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും ആ ഒരു സൈക്കോ ഇതിനകത്തേക്ക് കയറി വരും. ആ ഒരു ഗ്യാപ്പില് ഇവനെ കുത്തിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞ് ഹീറോയിൻ ആയാലും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവനായാലും എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഡോറും തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ ഈ ഒരു കമ്പൗണ്ട് കുത്താനായിട്ട് പോകുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി ഹീറോയിനെ പിടിച്ചിട്ട് അവന്റെ കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നു അത് ഹീറോയിന്റെ ദേഹത്തേക്ക് കുത്തുമ്പോൾ ഹീറോയിന്റെ ബോധം പോയി. അങ്ങനെ മയങ്ങിയതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഹീറോയിൻ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ മുന്നിലായിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ആഹാരമുണ്ട്. അതേപോലെ തന്നെ അവളെ ഇവിടെ പൂട്ടിയിട്ടല്ലോ ആ ഒരാൾ ചേറിലിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതെല്ലാം നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഇനി ഒരിക്കലും അതുപോലെ ട്രൈ ചെയ്യരുത്. പിന്നെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഈ ഒരു വീട്ടിൽ കഴിയുന്നു. ഓക്കെ എന്നാ വേദന അധികമാണെങ്കിൽ ഈ ഒരു മരുന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് കുറച്ച് മരുന്നെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങൾ ആരാണെന്ന് ഇനിയെങ്കിലും പറയും, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും നീ എന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ, പ്ലീസ് എന്നെ ഇവിടെ നിന്ന് വിടാൻ പറയുമ്പോൾ അവൻ പറയും ഒരിക്കലും നിന്നെ ഇവിടെ നിന്ന് വിടാൻ കഴിയത്തില്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്നല്ല ഹീറോയിന്റെ പേര് പറഞ്ഞിങ്ങനെ സംസാരിക്കാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ നിന്റെ വാലറ്റ് ഞാൻ കണ്ടിരുന്നു. അല്ല നിന്നെ രക്ഷിച്ച എന്നോട് ഇതുപോലെയാണോ നീ സംസാരിക്കുന്നത്, കുറച്ച് മര്യാദയോടെ സംസാരിച്ചാൽ നല്ലതാണെന്ന് പറയുമ്പോൾ എന്ത് നീ എന്റെ ജീവൻ രക്ഷിച്ചു തന്നോ എങ്ങനെയാ ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് കിടന്ന ആ ഒരു കാറിൽ നിന്നും നിന്നെ എവിടേക്ക് കൊണ്ടുവന്ന് നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അതുമല്ല മറ്റൊരു കാര്യം അറിയോ, ഇതിന് വെളിയിലെ എന്തോ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതാണോ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്കാണോ അതോ വേറെ എന്തെങ്കിലാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സേഫ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീടിനകത്തുള്ളിടത്തോളം കാലം നമ്മൾ രണ്ടുപേരും സേഫ് ആണെന്ന് പറയുമ്പോൾ അല്ല നമ്മളിപ്പോ എവിടെയുള്ളത്, എന്റെ വീടിനടിയിലായിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ട്, അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഓക്കെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ എന്നെ ഇവിടെ നിന്ന് പുറത്തു വിട്ടു കഴിഞ്ഞാൽ എനിക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകായിരുന്നു എന്ന് ഹീറോയിൻ പറയുമ്പോൾ അയാൾ വീണ്ടും നിങ്ങളോട് എത്ര തവണ പറയണം, എന്തായാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാനായിട്ട് കഴിയത്തില്ല. അതുപോലെ ഈ ഒരു വീടിന് വെളിയിലാണെങ്കിൽ പലയിടങ്ങളിലായിട്ട് സ്ഫോടനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വായു ശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ്. ഇതെല്ലാം അവസാനിക്കുന്നത് വരെ എല്ലാം റെഡി ആവുന്നത് വരെ ഇതിനകത്ത് താമസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും എന്ത് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് മാറുമെന്ന് ചോദിക്കുമ്പോൾ നാളോ അതൊന്നും പറയാൻ കഴിയത്തില്ല, ചിലപ്പോൾ ആഴ്ചകളാവാം, മാസങ്ങളാവാം, വർഷങ്ങളാവാം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ എനിക്ക് വെളിയിൽ വിടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹീറോയിൻ പറയും ഓക്കെ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണിങ് എടുക്ക്, ഞാൻ എന്റെ ഫാമിലിയെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരിടത്ത് സേഫ് ആണെന്ന് അവരോടെങ്കിലും വിളിച്ചു പറയട്ടെ എന്ന് പറയുമ്പോൾ അയാൾ പറയും എന്ത് ഫാമിലിയോ, നിന്റെ ഫാമിലി എപ്പോഴേ മരിച്ചു കാണും, നിന്റെ ഫാമിലി മാത്രമല്ല ഈ ലോകത്ത് ഇപ്പോ വെളിയിൽ താമസിക്കുന്ന ആരും ജീവനോടെ ഉണ്ടാവത്തില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഈ ഒരു ലോകത്ത് ഇപ്പോ ജീവനോടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും എന്റെ ഫാമിലി മരിച്ചു പോയെന്നോ, ശരി നിന്റെ ഫാമിലിയോ? പെട്ടെന്ന് മുകളിൽ നിന്നും എന്തോ ഒന്ന് താഴെ വീട് പൊട്ടുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട അവനാണെങ്കിലോ നല്ല ദേഷ്യപ്പെട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് ഹേയ് എന്താ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരാളോട് നല്ലതുപോലെ ദേഷ്യപ്പെടുകയാണ്. നല്ലതുപോലെ തന്നെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഹീറോയിനോട് ചോദിക്കും നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തു, നിന്റെ ജീവൻ രക്ഷിച്ചു, നിനക്ക് കഴിക്കാനായിട്ട് ആഹാരം തന്നു, കിടക്കാനായിട്ട് നല്ലൊരു സ്ഥലം തന്നു, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോടൊരു താങ്ക്സ് പോലെ ഇതുവരെ പറഞ്ഞിട്ടില്ല, നീ ഒരു സെൽഫിഷ് ആണെന്നെല്ലാം പറഞ്ഞ് അയാൾ പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അതുപോലെ പോകുന്ന സമയത്ത് അയാളുടെ പേരും പറയുന്നുണ്ട് ഹൗവേഡെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഒരുപാട് നേരം ഉറങ്ങി കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു വെന്റിലേഷൻ ഭാഗമുണ്ടല്ലോ അതുവഴി ഒരു കാറിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഇത് കേൾക്കുന്നത് ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു റൂമിൽ നോക്കുമ്പോൾ അതിന്റെ ഡോർ തുറന്നു കിടക്കാണ്. അങ്ങനെ
അങ്ങനെ പതിയെ ആ ഒരു ഡോറിന്റെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയാളാണെങ്കിൽ ഒരുപാട് വർഷം ഇതിനകത്ത് കഴിയാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുത്തർ ശബ്ദം ഉണ്ടാക്കി അവളെ പേടിപ്പിക്കുന്നതും. ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും. ഹേയ്, നീ ഉണർന്നോ? നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണെന്നല്ല ചോദിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇത് ഏതാ സ്ഥലം? ഇവിടെ എന്താ സംഭവിക്കുന്നല്ല ചോദിക്കുമ്പോൾ ഇതൊരു ബങ്കറാണെന്ന് പറയുന്നതും. ഓക്കെ, നീ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? ഞാനിപ്പോ ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. 3-4 ദിവസം? അല്ല, ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വെളിയിലേക്ക് പോകാനായിട്ടോ? അപ്പൊ അയാൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ? വെളിയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ശ്വസിക്കുന്ന വായു അതിപ്പോ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. പോയി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. ഇതൊന്നും നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഹവേഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരാളാണെങ്കിലും ഇതിനകത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ടാണ് അയാൾ വന്നിട്ട് പറയുന്നത്, ഓ എമ്മട്ടിനെ നീ കണ്ടല്ലേ? ഇവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല, വെറുതെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. ശരി, നീ എന്തായാലും വാ, ഇപ്പൊ നമുക്ക് ബാത്റൂമിൽ പോകേണ്ട ആ ഒരു സമയമാണ് എന്നും പറഞ്ഞ് കോമൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് TV, ബുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യന് എത്ര നാൾ വേണമെങ്കിലും ഇതിനകത്ത് കഴിയാം എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് വീഴാൻ ശ്രമിക്കുമ്പോൾ എമ്മട്ടെന്ന് പറയുമല്ലോ, അവൻ പെട്ടെന്ന് ഹീറോയിനെ ഇങ്ങനെ പിടിക്കും. ഇത് കാണുന്ന അയാൾക്കാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് ഏയ് എന്നിട്ട് അവനോട് പറയും, ഇനി മേലാൽ ആ ഒരു പെണ്ണ് ദേഹത്ത് തൊട്ടുവരുത് എന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഓക്കെ പോയിക്കോന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോർ പോലും അടയ്ക്കുന്നില്ല. അപ്പൊ ഹീറോയിൻ ആണെങ്കിലോ ഇത് വെച്ചിട്ട് എങ്ങനെയാ പോകുന്നത്? ഈ ഡോർ അടയ്ക്കാതെ അതവിടെ ഒരു കർട്ടൺ ഉണ്ടല്ലോ, അത് പിടിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഒരു സൈക്കോയെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഹീറോയിൻ പറയും, കർട്ടൺ ഉണ്ടെങ്കിലും നീ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അത് മാത്രമേ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അയാൾ പറയും, നിന്റെ സേഫ്റ്റി ഓക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് എന്റെ സേഫ്റ്റി നോക്കണ്ടേ? ഞാൻ ഡോർ അടയ്ക്കുന്ന സമയത്ത് നീ എന്റെ ഈ ഒരു വീട് മുഴുവനായിട്ട് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ സേഫ്റ്റി എനിക്ക് നോക്കണം. അതേപോലെ തന്നെ നീ പേടിക്കുന്ന പോലെ സ്ത്രീകളെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. അതുകൊണ്ട് നീ ആ ഒരു സ്ക്രീൻ മൂടിയിട്ട് റെസ്റ്റ് റൂമിൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോയിനും അതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വെളിയിലായിട്ട് കുറച്ച് മാഗസീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴത്തേക്കാണ് ഇയാൾ പെട്ടെന്ന് ഹീറോയിനോട് പറയും, ഏയ് അതിലൊന്നും തുടരുത്, അത് മേഘന്റേതാണ് എന്നിങ്ങനെ പറയുന്നതും. അല്ല, ഈ ഒരു മേഘൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സോറി, ഇപ്പൊ എന്തായാലും മേഘൻ നമ്മളോടൊപ്പം ഇല്ല, അവ മരിച്ചുപോയി എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു റൂമിലെ വിളിച്ചോണ്ടല്ലോ അത് അണഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കത്തുകയാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, അല്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏയ് അത് വേറെ ഒന്നുമില്ല, ഈ ഒരു ജനറേറ്ററിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് പറയുമ്പോൾ ഹീറോയിൻ പറയും, അങ്ങനെയല്ല, ഈ ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ട് ആരോ ഉണ്ട്. കാരണം നേരത്തെ ഇതിന് മുകളിലൂടെ കാറ് പോകുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാൻ റൂമിലുണ്ടായിരുന്നപ്പോഴും ആ ഒരു ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ അയാൾ പറയും, അതിനൊരു ചാൻസും ഇല്ല. കാരണം വെളിയിലത്തെ ആ ഒരു വായു നമുക്ക് ശ്വസിക്കാൻ കഴിയാത്തതാണ്. ഒരു പക്ഷെ നീ പറഞ്ഞതുപോലെ കാർ ഓടിച്ചോണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിൽ തന്നെ അയാൾ മരിച്ചിട്ടുണ്ടാവും. ഹീറോയിൻ പറയും, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെങ്കിലും വിവരം അറിയിക്കാന്ന് പറയുമ്പോൾ അയാൾ പറയും, ഒരു കാര്യമില്ല, കാരണം ഞങ്ങളായാലും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ദൈവടേക്ക് നീ ഒരു വാക്കിട്ടൊക്കെയില്ലേ, ഇത് ഉപയോഗിച്ചിട്ട് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഇതുവരെയും പോലീസ് ഒന്നും പ്രതികരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ഹീറോയിൻ വിശ്വസിക്കാതെ ഒരു സംശയത്തോടെ തന്നെ അയാൾ നോക്കുമ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് അയാളുടെ മുഖമെല്ലാം മാറിയിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, ഓക്കെ എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ നോക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആരും എന്നെ ഇതുവരെയും വിശ്വസിച്ചില്ല, ഞാനൊരു ഭ്രാന്തനാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നീ എന്നെ വിശ്വസിക്കണ്ട, ഞാൻ തന്നെ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഈ ഒരു ബങ്കറിന്റെ വെളിയിലേക്കുള്ള ആ ഒരു ഡോറ് അതിനടുത്ത് ഈ ഹീറോയിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ ഒരു ഡോറിൽ ഒരുപാട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തുറന്ന് വെളിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും വെളിയിൽ ഒന്നും കാണാനില്ല, ഒരു കരിമ്പ് പാടം പോലെ എന്തൊക്കെയാണ് കാണുന്നത്. അതുപോലെ കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു ആട്, പശുക്കൾ, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മരിച്ചു കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അവൻ പറയും, ദേ നോക്ക്, വെളിയിലുള്ള കാറ്റ് ശ്വസിക്കാൻ കഴിയാതെ മൃഗങ്ങൾക്ക് വരെ എന്താണ് സംഭവിച്ചെന്ന് അറിയാലോ, നമ്മൾ മനുഷ്യർ പോയി കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്നെല്ലാം പറയുന്ന സമയത്ത് അവള് നോക്കുമ്പോൾ വെളിയിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോഴാണ് ഹീറോയിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചല്ലോ. സത്യം പറഞ്ഞാല് ഈ ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ചിട്ടാണ് അവൾക്ക് ആ ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ തന്നെയാണ് തന്നെ കാർ ഇടിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ ഹീറോയിൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പൊ അയാൾ പെട്ടെന്ന് ഓക്കെ എല്ലാം സത്യം മനസ്സിലായില്ലേ, ഇനി ഡോർ ലോക്ക് ചെയ്യട്ടെ, ഇനി ഒരിക്കലും നമുക്ക് ഈ ഒരു റൂം വിട്ട് വെളിയിലേക്കും പോകാൻ കഴിയത്തില്ല, വെളിയിൽ നിന്ന് ആർക്കും ഉള്ളിലേക്കും വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾക്കൊരു സംശയമുണ്ട്, ഇപ്പൊ ഇവൻ പറയുന്നത് സത്യമാണോ അതോ ഇവൻ പ്ലാൻ ചെയ്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ എന്ന്. കാരണം ആ ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ച് ഇതുപോലെ എല്ലാം സംഭവിച്ചെന്ന് ഹീറോയിനെ വിശ്വസിപ്പിച്ച് ഇതിനകത്ത് നിർത്തിയിരിക്കുകയാണോ എന്നുള്ള സംശയത്തിൽ അവളുടെ റൂമിലിരിക്കുമ്പോൾ എമ്മട്ടെന്ന് പറഞ്ഞിട്ട് ആവർത്തനല്ലോ ഹീറോയിനോട് വന്ന് തന്നെ സംസാരിക്കും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇവൻ ആരാണെന്ന് നിനക്കറിയുന്നത് ചോദിക്കുമ്പോൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു നേച്ചറിനെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളാണ്, ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ എങ്ങനെ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഹീറോയിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരാളുണ്ടല്ലോ അയാൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഇതിനടിയിലായിട്ട് ഒരു ബങ്കർ കെട്ടുന്നെന്ന് പറഞ്ഞ് ആ ഒരു ബങ്കർ കെട്ടാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടായി ഒരു ബങ്കർ കെട്ടുന്നതെന്ന്. അയാൾ പറഞ്ഞത് ഇനി വരുന്ന കാലത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ച് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബങ്കർ ഭൂമിക്കടിയിൽ കെട്ടുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ വിശ്വസിക്കുന്നില്ല. ഹീറോയിൻ ഇപ്പൊ അവനോട് ചോദിക്കും, അല്ല നീ എന്തുകൊണ്ട് അയാളെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത്? നിനക്കൊരു കാര്യം അറിയോ, ഞാൻ വെളിയിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു കാർ കണ്ടിരുന്നു, ആ ഒരു കാർ തന്നെയാണ് ഞാൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കാറിലേക്ക് കൊണ്ടുവന്നിടിച്ച് ആ ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചത്. അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ അയാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ വെളിയിലെ എന്തൊക്കെയോ അറ്റാക്ക് നടക്കുന്നതെന്നും കാറ്റ് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും ഇതെല്ലാം പറയുന്നത് വെറുതെയാണ്. ഇതെല്ലാം നമ്മൾ രണ്ടുപേരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ എമ്മട്ട് പറയും, ഏയ് അയാൾ ഒരിക്കലും കള്ളം പറയില്ല. കാരണം ഇതെല്ലാം നടക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ വെളിയിൽ വലിയ രീതിയിൽ എന്തോ വെളിച്ചം വരുന്നത് പോലെയും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് അദ്ദേഹം പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാണ് ഞാൻ ഈ ഒരു ബങ്കറിൽ താമസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയും പറയും, ഹേയ് അതെല്ലാം കണ്ടിട്ടാണോ? അത് ചിലപ്പോ വല്ല മിന്നലോ ദൂരെ ആരെങ്കിലും എന്തെങ്കിലും കത്തിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെല്ലാം കണ്ടിട്ട് പേടിച്ച് ഇതിനകത്തൊന്ന് താമസിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ അവൻ പറയും, ഏയ് അതൊരിക്കലും അങ്ങനെയല്ല, അതൊരു സാധാരണ വെളിച്ചമല്ലായിരുന്നു. അതിപ്പോ ഞാൻ എങ്ങനെയാ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നേ, എനിക്കറിയത്തില്ല. അപ്പോൾ ഹീറോയും പറയും, ഓക്കെ നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുകളിലൂടെ ഒരു കാർ പോയിട്ട് വരുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഇയാള് പറയുന്നത് പോലെ വെളിയിൽ മനുഷ്യരാരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു കാറിന്റെ ശബ്ദം കേൾക്കും. അങ്ങനെയാണെങ്കിൽ അയാള് നമ്മളോട് കള്ളം പറയാനെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അയാൾ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട്, ഞാൻ ഒരു കള്ളവും പറയുന്നില്ല, ഓക്കെ ആഹാരം റെഡി ആയിട്ടുണ്ട് എന്ന് ഇവരോട് ദേഷ്യം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ കഴിക്കാനായിട്ട് ആ ഒരു ടേബിളിനടുത്തേക്ക് വന്ന് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ കയ്യിൽ എന്തോ ഒരു കീ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെയുള്ള ബോട്ടിലുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ അതെടുത്ത് പോക്കറ്റിലും വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എമ്മട്ടാണെങ്കിലോ ആഹാരം എല്ലാം കഴിച്ച് വളരെ ജോളിയായിട്ട് ഫണ്ണിയായിട്ട് ഹീറോയിനോട് എന്തൊക്കെയും സംസാരിക്കുന്നു. അപ്പൊ ഇത് കാണുന്ന ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, അയാൾക്ക് നല്ലതുപോലെ ദേഷ്യം വന്നിട്ട് എന്തോ ഒരു പൊസസീവ് ആവുമല്ലോ ആ ഒരു രീതിയിൽ, ഏയ് ആഹാരം കഴിക്കുന്നിടത്ത് എന്തിനാ വെറുതെ സംസാരിക്കുന്നേ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് മനസ്സിലായി എമ്മട്ടിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കോയ്ക്ക് എന്തായാലും ദേഷ്യം വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോൾ മനഃപൂർവ്വം അവനോട് വളരെ ഫണ്ണിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കാണ് ഇത് കേട്ട ആ ഒരു സൈക്കോയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവനാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് ഹീറോയിനെ പിടിച്ച് ഒരിടത്തേക്ക് ചേർത്ത് ഇരുത്തിയിട്ടാണ്, അത്രയ്ക്ക് എന്താടി അതിനു വേണ്ടി നിനക്ക് ചിരിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് അവൻ എന്താ പറഞ്ഞേ എന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു പോക്കറ്റിൽ വെച്ചിരുന്ന കീ ഉണ്ടല്ലോ അത് നമ്മുടെ ഹീറോയിൻ അങ്ങ് എടുക്കും. പക്ഷെ അവൻ അത് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ അവിടേക്ക് ഇരുത്തിയിട്ടാണ്, സോറി ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ടു പോയി, ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട, നമുക്ക് എന്തായാലും കഴിക്കാമെന്ന് പറഞ്ഞ് അയാളാണെങ്കിലും സോറി പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഹീറോയിൻ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആ ഒരു കുപ്പിയെടുത്ത് അയാളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി എന്നിട്ട് ഓടി ആ ഒരു ബങ്കറിന്റെ ഓപ്പണിംഗ് ഡോർ ഉണ്ടല്ലോ അതിന്റെ ഭാഗത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലുള്ള എല്ലാ കീ ഉപയോഗിച്ചിട്ട് ഇത് തുറക്കാനെങ്കിലും ശ്രമിക്കുകയാണ്. അപ്പൊ അയാൾ താഴെ നിന്ന് പറയുന്നുണ്ട്, ഹേയ് ഒരു കാരണവശാലും തുറക്കരുത് പ്ലീസ്, അത് തുറന്നു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇതൊന്നും കേൾക്കാതെ നേരെ അവിടെയുള്ള ഒരു ഡോർ മാത്രം തുറന്ന് അടുത്തൊരു കണ്ണാടി ഡോർ ഉണ്ട് അത് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിലൂടെ ഒരു കാറ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടാന്നുള്ള രീതിയിൽ അവളത് തുറക്കാനായിട്ട് വരുമ്പോ അയാളാണെങ്കിലും പുറകെ വന്നിട്ട് പ്ലീസ് തുറക്കരുതെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് വെളിയിൽ ഒരു പെണ്ണ് വന്ന് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ, ഓക്കെ ഞാൻ എന്തായാലും ആ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ പോവാണെന്നും പറഞ്ഞ് ഡോർ തുറക്കാനായിട്ട് വരുമ്പോ അപ്പോഴും അയാൾ പറയുന്നുണ്ട് തുറക്കരുതെന്ന്. കാരണം എന്താണ്, ആ ഒരു ലേഡിയുടെ മുഖം ഒരു വല്ലാത്ത രീതിയിൽ അവിടെ ഇവിടേക്കെല്ലാം പൊള്ളലേറ്റ പോലെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ആ ഒരു ലേഡിയെ നോക്ക്, അവർക്ക് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, അവരുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും അത് ബാധിക്കും, അതുകൊണ്ട് തുറക്കരുതെന്ന് പറയുമ്പോൾ വെളിയിൽ കാണിക്കുന്ന ആ ഒരു ലേഡിയാണെങ്കിലോ പെട്ടെന്ന് കതക് തുറക്കെന്നും പറഞ്ഞിട്ട് ഒരുപാട് നേരം അവരുടെ തല കൊണ്ടുവന്ന് അതിലേക്ക് ഇടിച്ചിടിച്ച് അവസാനം തല പൊട്ടി അവരവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് നമ്മുടെ ഹീറോയിൻ എങ്ങനെയുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരികയാണ്, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോഴേക്കാണ് അയാൾ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ സോറി, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ തന്നെ കണ്ടല്ലോ, അതുപോലെ ഒരു കാര്യം ഞാൻ നിന്നിൽ നിന്ന് മറിച്ചിരുന്നു, എന്റെ കാർ കൊണ്ട് നിന്റെ കാറിലേക്ക് ഇടിച്ചത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ കാർ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം സംഭവിച്ചത്. അതിന്റെ ആ ഒരു വെപ്രാളത്തിൽ അറിയാതെ നിന്റെ കാറിലേക്ക് കൊണ്ട് ഇടിക്കുമായിരുന്നു. അതേപോലെ തന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ നിനക്കെല്ലാം വിശ്വാസമായല്ലോ, ഇന്നാ ഈ ഒരു ഡ്രസ് ഇട്ടോ, ഇത് മേഘന്റേതാണ് എന്നും പറഞ്ഞിട്ട് മേഘൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഹീറോയിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് മേഘൻ എന്ന് പറയുന്നത് ഇയാളുടെ മകളാണെന്ന്. സത്യത്തിൽ ഇയാളുടെ ഭാര്യയ്ക്കും ഇയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അയാളുടെ ഭാര്യ മകളെയും കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു കാറിൽ നിന്നും എടുത്തൊരു ബോക്സ് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഹീറോയിൻ ഈ ഒരു ഡ്രസ്സിലെല്ലാം ഡിസൈൻ ചെയ്യലോ ആ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവള് വരച്ച ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ അത് തന്നെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കും എന്തായാലും ഇതിനകത്ത് തന്നെ നിൽക്കാന്ന്. കാരണം വെളിയിൽ നടന്ന ആ ഒരു കാര്യം എന്താണെന്ന് അവൾ കണ്ടിരുന്നു. പുറത്തു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് ജീവിക്കാനായിട്ട് പഴകാന്നുള്ള രീതിയിൽ അവളായാലും ഇവിടെ ജീവിക്കാൻ തുടങ്ങാണ്. വേറെ ഒന്നുമല്ല, അവരുമായിട്ട് നല്ലതുപോലെ സംസാരിക്കുന്നു, അതേപോലെ തന്നെ ഈ ഗെയിം എല്ലാം കളിക്കുന്നു, TV കാണുന്നു, അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കുന്നു. ഇങ്ങനെ ഇവർ 3 പേരായിട്ടും നല്ലതുപോലെ തന്നെ ഇതിനകത്ത് കഴിയാൻ തുടങ്ങാണ്. അങ്ങനെ ദിവസങ്ങളും ഒരുപാട് കടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു ദിവസം ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്ത്
ഈ മുകളിലൂടെ എന്തോ ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്ന ഒരു ശബ്ദം. ഇത് കേട്ട് നമ്മുടെ ഹീറോയും പറയും, ഒരുപക്ഷെ ഇവര് നമ്മളെ സഹായിക്കാനായിട്ട് വന്നതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതൊരിക്കലും ആവത്തില്ല, ഇത് നമ്മുടെ ശത്രു രാജ്യത്തിന്റെ ഹെലികോപ്റ്റർ ആയിരിക്കും എന്ന് പറയുമ്പോൾ, അല്ല ഇതെങ്ങനെ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും? കാരണം ഞാൻ ആർമിയിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് ആ ഒരു രാജ്യത്തെ ആക്രമിച്ച് അത് കഴിഞ്ഞ് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവരെ കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹെലികോപ്റ്ററുകൾ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് അവരുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പെടരുത് എന്നുള്ള രീതിയിൽ ഇയാൾ പറയുമ്പോൾ ഓക്കെ, ഇയാൾ പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ എമ്മട്ട് എന്ന് പറഞ്ഞ ഒരുത്തനും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേസമയം നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബങ്കറിനകത്ത് എന്തോ ഒരു അലാറ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഈ വെളിയിലുള്ള മോശമായിട്ടുള്ള ആ ഒരു വായു അത് ശുദ്ധമാക്കിയിട്ട് ഇതിനകത്തേക്ക് വിടുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിനെന്തോ കേടുപാട് സംഭവിച്ചതാണ്. ഓക്കെ, ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബങ്കറിന്റെ വെളിയിലേക്ക് ഇറങ്ങിയേ പറ്റൂ. പക്ഷെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും മരിക്കും. അതിന് പകരം മറ്റൊരു വഴിയുണ്ട്. ഈ ഒരു വെന്റ് ഹോൾ ഉണ്ടല്ലോ, അതുവഴി നമ്മുടെ ഹീറോയിൻ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു മെഷീൻ ശരിയാക്കി വീണ്ടും അതുവഴി തന്നെ തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ശ്വസിക്കാനും കഴിയത്തുള്ളൂ, ജീവനോടെ നിൽക്കാനും കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിനായാലും അതുവഴി ഉള്ളിലേക്ക് പോവാണ്. കയ്യിലൊരു ടോർച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനായാലും ഒരുപാട് ദൂരം ചെന്നിട്ട് ആ ഒരു മെഷീന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു മെഷീനെ ശരിയാക്കി അവൾ മുകളിലേക്ക് നോക്കുന്ന സമയത്താണ് അവളൊരു കണ്ണാടിയിൽ നിന്നും വെളിച്ചിങ്ങനെ താഴേക്ക് വരുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആകാശം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു കണ്ണാടിയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് പോലെ. അവൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് ഹെൽപ്പ് എന്നാണ്. അതുമല്ല അതിൽ രക്തവും പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാരാണ് ചെയ്തെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അവള് പതിയെ ആ ഒരു ഏണി വഴി താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ താഴെ എന്തോ ഒരു തോട് കിടക്കുന്നു, അതിലും രക്തം പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് അവളുടെ അടുത്ത് നേരെ തിരിച്ച് എമ്മട്ടെന്ന് പറഞ്ഞെടുത്തുണ്ടല്ലോ അവന്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ അവനായാലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് മേഘൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ അയാൾ കാണിച്ചിരുന്നല്ലോ, അയാളുടെ മകളാണെന്നും പറഞ്ഞിരുന്നു. ആ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇപ്പൊ അവന് കാണിച്ചു കൊടുത്തിട്ട്, അല്ല ഇവള് അയാളുടെ മകളാണെന്നാണ് പറഞ്ഞത്, ഈ പെണ്ണെ നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ പെണ്ണിന്റെ പേര് മേഘൻ എന്നാണ് അയാൾ പറഞ്ഞത്. ഹേയ്, ഒരിക്കലും അല്ല, ഇവളുടെ പേര് ബ്രാട്ടനി. അല്ല, ഈ ഒരു പെണ്ണ് എനിക്ക് നല്ലതുപോലെ അറിയാം, എന്റെ സഹോദരിയുടെ സ്കൂൾ ഫ്രണ്ടാണ്. അല്ല, ഈ ഒരു പെണ്ണിനെ 2 കൊല്ലങ്ങൾക്ക് മുന്നേ കാണാതായി, പിന്നെ ഇവളുടെ ഫോട്ടോ എങ്ങനെയാ ഇവിടെ വന്നത് എന്നെല്ലാം അവൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഓഹോ, ഹീറോയിനെല്ലാം പെട്ടെന്ന് പറയും, ഹേയ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു വെന്റ് ഹോൾ വഴി മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല ഞാൻ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു തോടുണ്ടായിരുന്നു, അതിലും രക്തം പറ്റിയിട്ടുണ്ട്. ദേ നോക്ക്, ഈ ഒരു പെണ്ണിന്റെ ചെവിയിൽ കിടക്കുന്ന ഈ ഒരു കമ്മലിലും ഇതേപോലെ തന്നെ തോടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു സൈക്കോ തന്നെയാണ് ഈ ഒരു പെണ്ണ് എന്തോ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ഹീറോയും പറയുന്നതും ആ ഒരു ബുക്കിലുള്ള അടുത്തൊരു ഫോട്ടോ താഴേക്ക് ഒന്ന് വീഴുന്നു. അങ്ങനെ അതെടുത്ത് ഇവർ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ബ്രാഡ്നി എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണും ആ ഒരു സൈക്കോയും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണത്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫോട്ടോയിൽ ആ ഒരു പെണ്ണ് ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ആ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിനും കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈക്കോ ആ ഒരു പെണ്ണ് എന്തോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് എന്നെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സമയത്ത് അവിടേക്ക് ആ ഒരു സൈക്കോ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴേക്കാണെങ്കിൽ ഇവരൊന്നും മിണ്ടത്തില്ല. കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും വീണ്ടും ഇവർ സംസാരിക്കാൻ തുടങ്ങാണ്, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് എമ്മട്ട് പറയുന്നത് അവന്റെ കയ്യിലൊരു തോക്കുണ്ട്, ആ ഒരു തോക്ക് എങ്ങനെയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അത് വെച്ച് അവനെ ഭീഷണിപ്പെടുത്തി ഈ ഒരു പെണ്ണ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം. അത് ചോദിച്ചു മനസ്സിലായി കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? ഈ ഒരു നാട്ടിലാണെങ്കിൽ പോലീസ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പോ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാ, അത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആ ഒരാളാണെങ്കിലും പതിയെ ഇവരുടെ അടുത്തേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ അവിടെ ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാണ്. ഹേയ് എന്താ വെറുതെ ഇരിക്കുന്നത്, ബാ നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് എന്നിട്ട് അയാൾ നടന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് അവിടെയുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന് ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാല് ഈ ഒരു തുണി എടുത്ത് മൊത്തത്തില് അവളെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാല് ഈ വെളിയിലുള്ള വായു ശ്വസിക്കാതെ അതുവഴി പുറത്തേക്ക് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ അവളൊരു ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ ആൾറെഡി ഒരു ഡിസൈനർ കൂടിയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ എമട്ടിനോട് കൂടി വന്ന് പറയും. അപ്പൊ അവനായാലും അത് കേട്ടിട്ട് അത് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ പതിയെ ഈ ഒരു സൈക്കോ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ TV കണ്ടിരിക്കുന്നു. അപ്പൊ സൈക്കോ അത് ശ്രദ്ധിച്ചിട്ട് അല്ല എന്തോ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് പതിയെ ആ ഒരു മേശയുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് തുറന്ന് അതിനകത്ത് നിന്ന് ഒരു കത്രി എടുക്കും. അതേപോലെ തന്നെ ഈ ഒരു സൈക്കോയോട് പറയും, അല്ല നമ്മുടെ ഹീറോയിൻ വെളിയിലേക്ക് ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ച ആ ഒരു സമയത്ത് വെളിയിലുള്ള മോശമായിട്ടുള്ള ആ ഒരു വായു അവളെ മോശപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിലോ ആ ഒരു ബാത്റൂമിലുള്ള ആ ഒരു കവറില്ലേ അതിൽ വന്ന് തൊട്ട് ആ ഒരു കവറും കേടായി കാണും. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അതുകൊണ്ട് അത് മാറ്റിയിട്ട് അവിടെ പുതിയൊരു കവർ ഇടാം എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു സൈക്കോ പറയും, ആ നീ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നും പറഞ്ഞിട്ട് അതിനകത്തുള്ള പഴയ ആ ഒരു കവർ മാറ്റി പുതിയൊരു കവർ അവിടേക്ക് കൊണ്ടിടുകയാണ്. അങ്ങനെ ഹീറോയിനായാലും ഇപ്പൊ പുതുതായിട്ട് ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ വെളിയിലേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള ആ ഒരു സ്യൂട്ട് ഇങ്ങനെ നിർമ്മിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ആ ഒരു സൂചി എടുക്കുന്നു. എമ്മട്ടാണെങ്കിൽ അവനെ കൊണ്ടുവെക്കുന്ന സഹായങ്ങളെല്ലാം അവനും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനായാലും ഇതിനകത്തുള്ള കിട്ടിയ സാധനങ്ങളുണ്ടല്ലോ ടേപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ആ ഒരു സ്യൂട്ട് ഇങ്ങനെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അത് ഡിസൈൻ ചെയ്ത് അവസാനം അത് തയ്ച്ച് തീരാറായി ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ
ഈ ഒരു സൈക്കോ പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുന്ന ആ ഒരു സമയത്ത് അവള് പെട്ടെന്ന് അത് കിടക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിന്റെ അടിയിലേക്ക് തന്നെ മാറ്റും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ഇതിന്റെ സഹായം വേണമെന്നും പറഞ്ഞ് ഹീറോയിനെയും എമ്മട്ടിനെയും ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് അവിടെ വലിയൊരു ബാരലുണ്ട് അതിങ്ങനെ നീക്കിക്കൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും നീക്കിയിട്ട് കുറച്ചടുത്തേക്ക് ചെന്ന് അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിറയെ ആസിഡ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇതെന്തിനാ ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അയാൾ പറയും അല്ല എന്നെ കണ്ടിട്ട് മണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും നാളായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നല്ലതുപോലെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല ഇവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു കത്രിക ടേപ്പ് ഈ ഒരു കാര്യങ്ങളെല്ലാം അയാൾ എടുത്തിട്ട് ദേ ഇതെല്ലാം എന്താണ് ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഹീറോയിൻ സത്യം പറയാൻ വരുന്ന ആ ഒരു സമയത്ത് എമ്മട്ട് വിട്ടെന്ന് പറയും ഇല്ല അവളൊന്നുമല്ല ചെയ്തത് ഞാനാണ് എല്ലാ തെറ്റുകളും ചെയ്തത് എന്ന് പറയുമ്പോൾ അല്ല എന്ത് തെറ്റുകളാ ചെയ്തേ? അല്ല നിന്റെ കയ്യിലുള്ള ആ ഒരു തോക്കില്ലേ ആ ഒരു തോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. വേറെ ഒന്നുമല്ല എനിക്ക് ഇവളെ സ്വന്തമാക്കണം. നീ പറയുന്നതെല്ലാം കേട്ട് ഇവളെ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അവളെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് നീ ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ നീ ഇത് ചെയ്യത്തില്ല നിന്നെ വെറുതെ വിടണം അല്ലേ അങ്ങനെയല്ലേ ശരി എന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് എമ്മട്ടെന്ന് പറഞ്ഞ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലുന്നു. ഇത് കണ്ട് പേടിച്ചു പോയി നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ആ ഒരു സൈക്കോ വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഹേ പേടിക്കണ്ട ഇനി എന്തായാലും നീ സേഫ് ആണ്. ഞാൻ അവനെ ജീവനോടെ വെച്ചിരുന്നെങ്കിൽ അവൻ എന്തായാലും നിന്നെ ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് നിന്റെ ജീവൻ അവനിൽ നിന്ന് ഞാൻ രക്ഷിച്ചാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി എമ്മട്ടെന്ന് പറഞ്ഞവൻ ആ ഒരു കള്ളം പറഞ്ഞ് സ്വയം അവന്റെ ജീവൻ ഇപ്പൊ കളയുകയും ചെയ്തു. ആ ഒരു വിഷമം കാരണം എമ്മട്ട് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് ഹീറോയിൻ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കാണ്. ആ ഒരു സമയത്താണ് ആ ഒരു സൈക്കോ പെട്ടെന്ന് കുറച്ച് ഐസ്ക്രീം കൊണ്ട് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നാ നീ ഇവിടെ തന്നെ ഇരിക്കുന്നേ? അവനെ ആലോചിച്ചിട്ടാണോ? അവൻ പോയത് നല്ല കാര്യം. എന്തായാലും നീ ഇത് കഴിക്കി. ഇനി വേറെ ആരെയും നമ്മൾ നോക്കണ്ട. എന്തായാലും ഇതിനകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം ഒരു കുടുംബമായിട്ട് ഞാനും നീയും നല്ല സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിന് അവനെ കാണും തോറും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചിന്ത. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ റൂമിൽ വെച്ച് ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അത് വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ താഴേക്ക് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് വരുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവള് പെട്ടെന്ന് ആ ഒരു സ്യൂട്ട് എടുത്ത് ബെഡ്ഷീറ്റിന് അടിയിലേക്ക് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ വെക്കുന്ന ആ ഒരു തലയുണ്ട് അതാണെങ്കിലോ ആ ഒരു വെന്റ് ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കും കയറ്റി വെക്കും ആരും കാണാതെ. അപ്പൊ അവൻ ചോദിക്കും അല്ല ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് ഇല്ല ഈ ഒരു ലൈറ്റ് കത്തുന്നില്ലായിരുന്നു അത് ശരിയാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അത്രേ ഉള്ളല്ലേ എന്നും പറഞ്ഞ അവൻ പുറകിലേക്ക് പോകാനായിട്ട് വരുന്ന സമയത്ത് ആ ഒരു വെന്റ് ഹോൾ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു സ്ക്രൂ മാത്രം ഒരു താഴേക്ക് വന്ന് വീഴും. ഈ ഒരു ശബ്ദം കേട്ട് സൈക്കോ ആണെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞ് ഇത് തുറന്ന് അതിനകത്തുള്ള ആ ഒരു ഹെഡ് കാണുമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് അവൻ എത്തിമുകളിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവന് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മാസ്ക് പോലെയുള്ള ഭാഗം അവന് കാണാൻ കഴിയുന്നില്ല. ഓക്കെ എന്തായാലും രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ എങ്ങനെയോ ഹീറോയിൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അതിങ്ങനെ കാണുകയും ചെയ്യുന്നു. അപ്പൊ അവൻ ചോദിക്കും എന്താടി അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് നല്ലതുപോലെ അടിച്ച് അതെന്താണെന്ന് കാണുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഹീറോയിൻ അവനെ തള്ളിക്കളഞ്ഞ് ആ ഒരു റൂം ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇറങ്ങി എങ്ങനെ രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാണ്. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ ഉണ്ടല്ലോ എമ്മട്ടെന്ന് പറഞ്ഞ ആ ഒരുത്തണ്ടല്ലോ അവന്റെ ശരീരം ഇപ്പൊ വേറെ എവിടെയും വെക്കാൻ കഴിയാതെ ആ ഒരു ആസിഡിൽ മുക്കി ഇങ്ങനെ വെച്ചേക്കുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ വീണ്ടും അവളുടെ മുന്നിലേക്ക് വന്ന് എടി നിന്നെ ഞാൻ രക്ഷിച്ച് ഇത്രയും സഹായങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു എന്നോട് നീ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആസിഡ് ടാങ്ക് തട്ടി മറിച്ചിടുന്നതും ആസിഡ് പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. ആ ഒരു സൈക്കോ ആണെങ്കിൽ കാല് വഴുതി ആസിഡിലേക്ക് വന്ന് വീഴുകയും ചെയ്യാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഓടുമ്പോഴത്തേക്കും ഈ ഒരു ആസിഡിന്റെ അടുത്തേക്ക് പൊട്ടിപ്പോയിട്ടുള്ള ഒരു വയർ വന്ന് വീഴുമ്പോൾ അത് സ്പാർക്കായിട്ട് പെട്ടെന്ന് ആ ഒരു സ്ഥലം തീ പിടിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ നേരെ റൂമിലേക്ക് വന്ന് ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അതും എടുത്ത് വെളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു സൈക്കോ പകുതി വെന്ത ആ ഒരു ശരീരമായിട്ട് അവളുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും അവന്റെ മുകളിലേക്ക് അടുത്തുള്ള ആ ഒരു ഷെൽഫ് ഇങ്ങനെ തള്ളിയിട്ടിട്ട് വീണ്ടും ഓടി രക്ഷപ്പെടാനുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് ആ ഒരു തീ നല്ലതുപോലെ കത്തി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പൊ വേറെ വഴിയില്ല. അതുകൊണ്ട് ഹീറോയിൻ നോക്കുമ്പോൾ അവിടെ ആ ഒരു വെന്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം തുറന്ന് അതിനുള്ളിലൂടെ അവളുടെ കാലിലെ ആ ഒരു സ്യൂട്ടും വെച്ച് കെട്ടിയിട്ട് അവള് ഇഴഞ്ഞിങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു സൈക്കോ എഴുന്നേറ്റ് ഈ ഒരു വെന്റിനകത്തേക്ക് കത്തിക്കൊണ്ട് ഇങ്ങനെ കുത്തുന്നു. എന്റെ മോനെ ജസ്റ്റ് മിസ്സിൽ അവളുടെ ദേഹത്തെല്ലാം കൊണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് തന്നെ അത്രയും ടെൻഷനായി പോവും. അവളുടെ ദേഹത്ത് ആ ഒരു കത്തി കൊള്ളൂ ഇല്ലെന്നുള്ള ആ ഒരു ടെൻഷനാണ്. അങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ഒരവസരത്തിൽ അവളുടെ കാലിൽ പിടിച്ച് വലിച്ചിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട് ഹേയ് ഒരു കാരണവശാലും നീ ഇതിന് വെളിയിലേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ അവർ നിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പറയും അതെല്ലാം എന്താണെങ്കിലും ഞാൻ നോക്കിക്കോളാം നീ പോടാന്ന് പറഞ്ഞിട്ട് അവനെ ചവിട്ടിക്കളഞ്ഞ് ആ ഒരു എയർ ഫിൽറ്റർ അത് ശരിയാക്കാൻ വന്നല്ലോ ആ ഒരു വഴിയെ അവള് നേരെ മുകളിലേക്ക് പോയായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അവൾ ആ ഒരു സ്യൂട്ടെല്ലാം എടുത്തിട്ടിട്ട് അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് വന്ന് അവിടുത്തെ ആ ഒരു ഭാഗം തുറക്കാനായിട്ട് ഒരു ലോക്ക് ഉണ്ട്. അതില് ഈ ഒരു മെറ്റലെല്ലാം ഫ്രീസ് ചെയ്യുന്ന ഒരു സ്പ്രേ ഉണ്ട്. അത് നല്ലതുപോലെ അടിച്ച് ഒരു ഒറ്റയടി അതങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ അതും തുറന്ന് ഹീറോയിൻ ഒരു വിധത്തില് നേരെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ കാണാനില്ല.
അങ്ങനെ ഹീറോയിൻ ആയാലും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരാളെയും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും നോക്കുമ്പോഴത്തേക്കാണ് അവിടെ 2 കാറുണ്ട്. ഒന്നാ ഒരു സൈക്കോടെ കാറ്, അതേപോലെ തന്നെ വേറൊരു കാറ്. ഓക്കെ, എന്തായാലും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഓടി ആ ഒരു സൈക്കോടെ കാറിലേക്ക് കയറുന്ന സമയത്ത് അവൾ ഉണ്ടാക്കിയ ആ ഒരു സ്യൂട്ടില്ലേ അത് പെട്ടെന്ന് കീറിപ്പോവും. ഇത് കീറുന്നത് ഹീറോയെ പെട്ടെന്ന് പേടിച്ച്, ഓ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു വിഷവായു ശ്വസിച്ച് എന്തായാലും അവള് മരിക്കുമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് പേടിച്ച് ആ ഒരു ടേപ്പ് വെച്ച് ഇത് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കാണ്. ആ ഒരു സമയത്ത് ഇവള് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഓഹോ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ആകാശത്തോടെ പക്ഷികളെല്ലാം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പറന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം? ഈ ഒരു റൂമിന് വെളിയില് ഭൂമിയില് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ശ്വസിക്കുന്ന വായു കേടാവുകയോ അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. അതുമല്ല, ഹീറോയിൻ ആണെങ്കിൽ പതിയെ ആ ഒരു മാസ്ക് എടുത്ത് മാറ്റുന്നതും അപ്പോഴും ഇവൾക്ക് ഒരു കുഴപ്പമില്ലാതെ ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുമല്ലോ. ആ ഒരു ശബ്ദം വീണ്ടും കേൾക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തില് അത് ഹെലികോപ്റ്റർ അല്ല, അതൊരു ഏലിയൻ ഷിപ്പ് പോലെ ഇരിക്കുന്നു. അതുമല്ല, ഇതിനു മുന്നേ തന്നെ ഈ ഒരു ബംഗാറിനടിയില് നല്ലതുപോലെ തീ പിടിച്ചുള്ളത് കൊണ്ട് ആ ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ശബ്ദം കേൾക്കുന്നതും ആ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് നേരെ അവിടേക്ക് വന്നിട്ട് എന്തോ ഒന്നിനെ താഴേക്ക് ഇറക്കി വിട്ട് കാണിക്കുമ്പോഴത്തേക്കും എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റുമെന്ന് പറഞ്ഞ് ഹീറോയിൻ ഓടി വന്ന് ആ ഒരു വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ, അതിന്റെ പുറകിൽ മറ്റൊരു കാറുണ്ടല്ലോ, അതെടുക്കാന്ന് പറഞ്ഞിട്ട് ഓടി അതിനടുത്തേക്ക് വന്ന് തൊടുമ്പോഴത്തേക്കും അതാണെങ്കിൽ പെട്ടെന്ന് ശബ്ദം ഉണ്ടാകുന്നു. ഇത് കാരണം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചിട്ട് അടുത്തൊരു വീടുണ്ട്, അതിനകത്തേക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാറിന്റെ വെളിച്ചത്തില് ഒരു ഏലിയൻ ആ ഒരു ചോളപ്പാടത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഈ ഒരു കാർ നല്ലതുപോലെ ഇങ്ങനെ അടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാർ വേറെ ആരുടേതല്ല, ഇതിനു മുന്നേ ഒരു ലേഡി അവളെ രക്ഷിക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിരുന്നല്ലോ, ആ ഒരു ലേഡിയുടേതാണെന്ന് തോന്നുന്നു. അതുമല്ല, ആ ഒരു കാറിന്റെ കീ ആണെങ്കിൽ എന്തായാലും വെളിയിലുണ്ടാവും. ഓക്കെ, ആ ഒരു ഏലിയൻ പോയിട്ട് അത് എടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു ഏലിയൻ നമ്മുടെ ഹീറോയിൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് അവളെ കണ്ടുപിടിക്കാണ്ട് വരുമ്പോൾ ഹീറോയിൻ അനങ്ങാതിരിക്കാണ്. ആ ഒരു ഏലിയനായാലും അതിന്റെ തല കൊണ്ടുവന്ന് മണം പിടിച്ച് ഉള്ളിലേക്ക് കയറാണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാണ്ടാവും. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു വീട്ടിൽ നിന്നും അതിനടുത്തായിട്ട് വേറൊരു വലിയ വീടുണ്ട്, അവിടേക്ക് പോയിട്ട് ആരുടെയെങ്കിലും സഹായം ചോദിക്കാന്ന് പറഞ്ഞ് അവിടേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് കാണിക്കുമ്പോൾ ആ ഒരു വീടിന്റെ പുറകിൽ തന്നെ ആ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് ഉണ്ട്. അതുമല്ല, ഹീറോയിൻ അത് കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് എന്തോ ഒരു വിഷവായു പോലെ വെളിയിലേക്ക് വിട്ടിട്ട് ഹീറോയിന്റെ പുറകെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പൊ ആ ഒരു വായു ശ്വസിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഹീറോയിൻ മരിക്കും. അതുകൊണ്ട് ഹീറോയിൻ ഓടിപ്പോയിട്ട് അവൾ ഉണ്ടാക്കിയ ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അതെടുത്തങ്ങിടും. അതുകൊണ്ട് എന്തായാലും ആ ഒരു വിഷവായിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. എന്നിരുന്നാൽ ആ ഒരു ഏലിയൻ ഇപ്പോഴും അവളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആയാലും ഓടി വന്നിട്ട് ആ ഒരു കാറിനകത്തേക്ക് ആ ഒരു ഡോർ അടയ്ക്കാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ ആ ഒരു ഏലിയൻ അവളുടെ പുറകെ വന്ന് അവളുടെ ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അതങ്ങ് വലിച്ചെടുക്കും. പക്ഷെ അതിന് മുന്നേ അവൾ ആ ഒരു ഡോർ അടയ്ക്കുന്നത് കൊണ്ട് കാറിനകത്ത് സേഫായി. ഓക്കെ, ഇനി എന്തായാലും രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു പ്രശ്നം. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വലിയ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അത് ഹീറോയിനുള്ള ആ ഒരു കാറ് മൊത്തമായിട്ടും തൂക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇത് കാണുന്ന ഹീറോയിൻ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും അറിയത്തില്ല, ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കാറാണെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. അതുമല്ലാതെ ഇതിനകത്ത് ഒരു മദ്യ കുപ്പിയും കിടപ്പുണ്ട്. അപ്പൊ ഇത് കാണുന്നത് ഹീറോയിന് ഒരു ഐഡിയ വന്നിട്ട് ആ കാറിനകത്തൊരു ബുക്ക് ഉണ്ട്, അതിന്റെ പേപ്പറെല്ലാം വലിച്ചേറി ആ ഒരു കുപ്പിക്കകത്ത് അതിന്റെ മൂടിയുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് തിരികെ വെച്ചിട്ട് ഈ ഒരു സ്പേസ്ഷിപ്പ് അവളെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു അതിന്റെ വായുണ്ട് ആ ഒരു ഭാഗം ഇങ്ങനെ തുറക്കുന്ന സമയം ഇത് കത്തിച്ച് അതിന്റെ വായിലേക്ക് ഒരു ഒറ്റയേറ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്പേസ്ഷിപ്പ് പൂർണ്ണമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കാറ് പിടിച്ച ആ ഒരു ഏലിയന്റെ 2 കൈകള് അത് പതിയെ ഹീറോയിന്റെ കാറ് താഴേക്ക് വെക്കുകയാണ്. അതുമല്ല, കാണിക്കുമ്പോൾ ഇവളുടെ പുറകെ വന്ന ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ ആ ഒരു ഏലിയൻ എവിടെയാണെന്ന് വെച്ചാല് ഇവളെ പിടിക്കുന്നതിന് മുന്നേ ആ ഒരു ഏലിയൻ ഈ ഒരു സ്പേസ്ഷിപ്പിനകത്തേക്ക് കയറിയിരുന്നു. ഇതിപ്പോ പൊട്ടിത്തെറിച്ചത് കൊണ്ട് ആ ഒരു ഏലിയനും അതിനകത്ത് വെച്ച് ഇല്ലാതാവുകയാണ്. ഓക്കെ, അത്രയും വലിയൊരു ഏലിയൻ ഷിപ്പ് ഹീറോയിൻ സിമ്പിളായിട്ട് തകർത്ത് അവിടെ നിന്നും ആ ഒരു കാറും എടുത്ത് ഹൈവേ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും റേഡിയോയിലൂടെ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പറയുന്നുണ്ട്, ഇതുപോലെ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനും ഏലിയൻസും തമ്മിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം തന്നെ നടക്കാണ്. അതുകൊണ്ട് ആ ഒരു ഏലിയനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് സേഫ് ആയിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് എല്ലാവരും വരണം എന്നുള്ള രീതിയിൽ റേഡിയോയോട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, അവര് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു. കാരണം ആ ഒരു ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ വേറെ ലെവലിൽ ഈ ഒരു മൂവി തുടങ്ങി, അവസാനം നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഈ ഒരു മൂവി അവസാനിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.